ഇനി അതിരപ്പള്ളിയിലേക്കാണ്. അവിടെ വനമേഖലയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയുടെ നില അതീവ ഗുരുതരമാണ്. മസ്തകത്തിലെ മുറിവ് പുഴുവരിച്ച നിലയിലാണ്. ആനയ്ക്ക് ചികിത്സ നൽകിയെങ്കിലും ഫലം കണ്ടില്ല എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ 24 ലഭിച്ചിട്ടുണ്ട്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുകയാണ്. സൂരജ്, അന്ന് ഈ ആനയെ പിടികൂടി മരുന്നൊക്കെ വെച്ച് വിട്ടതാണ്, പക്ഷെ ആ മുറിവ് ഉണങ്ങിയിട്ടില്ല. ആഴത്തിലുള്ള മുറിവാണ് ഇതെന്ന് മനസ്സിലാക്കുന്നു. ഇനി കൂടുതൽ നടപടികളിലേക്കൊക്കെ വനം വകുപ്പ് കടക്കാനുള്ള സാധ്യതയുണ്ടോ സൂരജ്? പ്രവിധ ആഴ്ചകൾക്ക് മുമ്പാണ് ഈ ആനയെ പിടികൂടി ചികിത്സ നൽകി വനത്തിലേക്ക് വിട്ടയച്ചത്. പക്ഷേ ഈ മുറിവ് ഉണങ്ങിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഈ മസ്തകത്തിൽ നിന്ന് മുറിവിലൂടെ പുഴു അരിച്ചിറങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. ഈ ചികിത്സയ്ക്ക് പിന്നാലെ ആനയെ നിരീക്ഷിക്കും എന്നുള്ളതാണ് വനംവകുപ്പ് അധികൃതർ അടക്കം പറഞ്ഞിരുന്നത്. ആനയ്ക്ക് നിരീക്ഷിച്ച് തുടർ ചികിത്സ നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ചികിത്സ നൽകുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അന്ന് പറഞ്ഞെങ്കിൽ അതൊന്നും ഫലപ്രാപ്തിയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ആനയുടെ പുതിയ ആരോഗ്യസ്ഥിതി വ്യക്തമാക്കുന്നത്. ആന തീർത്തും അവശ നിലയിലാണ്. രാവിലെ വെറ്റിലപ്പാറയിലാണ് ആനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത്. ആന ഏറെ നേരം ചാലക്കുടിപ്പുഴയിൽ ഇറങ്ങി നിന്ന് ഈ മുറിവിൽ വെള്ളമൊഴിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് ആന ഉൾവനത്തിലേക്ക് വലിയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആനയ്ക്ക് അടിയന്തരമായി ചികിത്സ നൽകണമെന്ന ആവശ്യമാണ് ഇപ്പോൾ വന്യജീവി സംരക്ഷകരടക്കം ഉയർത്തുന്നത്. പ്രവിധ. ശരി, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയതെന്നും 24 ആണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. ഇത്തരത്തിൽ മുറിവേറ്റ ആനയുണ്ട്, അതിന്റെ മസ്തകത്തിൽ ഇതുപോലെ വെടിയുണ്ട ഏറ്റതുപോലത്തെ ഒരു പാടുണ്ട്. പക്ഷെ അത് ആനകൾ കുത്തുകൊണ്ടുണ്ടായ പാടാണെന്ന് പിന്നീട് വനം വകുപ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ആ ആനയുടെ അവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായും ഭേദമായതിനു ശേഷം മാത്രമേ കാട്ടിലേക്ക് വിടാൻ പാടുള്ളായിരിക്കും. ഇതിന്റെ നിയമങ്ങൾ അറിയില്ല, അതിന്റെ സാങ്കേതികത അതൊന്നും അറിയില്ല. പക്ഷെ ഇത് കാണുമ്പോൾ സങ്കടമുണ്ട് അല്ലെ? ആന തന്നെ അതിലേക്ക് മണ്ണും എല്ലാം ഇങ്ങനെ ഇടുന്നതും ഉണ്ട്. അതൊക്കെ ആയിരിക്കാം, അറിയില്ല എങ്ങനെയാണ്, നമുക്ക് സാങ്കേതികത ഒന്നും അറിയില്ല.